ഇതാണ് കുറിഞ്ഞിക്കാട്ടിലെ ആശാൻ കരടി. രാവിലെ ഒരു നടത്തം ആശാന് പതിവാണ്. നടന്ന് ക്ഷീണിച്ചു വരുമ്പോൾ താൻ ശേഖരിച്ചു വെച്ച് തേൻ കുടിക്കലാണ് ആശാന്റെ ശീലം. ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ ആശാൻ തേൻ ശേഖരിച്ചു വെച്ച കുടം കാണാനില്ല. ആശാൻ അവിടെ ആകെ തപ്പി നോക്കി. ആശാൻ ആകെ വിഷമിച്ചു പോയി. ആശാന് തന്റെ സങ്കടം അടക്കാനായില്ല. ആശാൻ കരടി തന്റെ തേൻകുടം കാണാതെ പോയ വിവരം കൂട്ടുകാരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. എങ്ങനെയെങ്കിലും തേൻകുടം കണ്ടെത്തണമെന്ന് അവർ തീരുമാനിച്ചു. തേൻകളനെ കണ്ടുപിടിക്കാനായി മോനുവും മാളവും എന്തു ചെയ്തെന്നോ? ആശാൻ കരടിയുടെ ഗുഹയുടെ തൊട്ടടുത്ത് ഒരു പൊന്തക്കാട്ടിൽ അവർ ഒളിച്ചിരുന്നു. ആശാൻ കരടിയാണെങ്കിലോ വിഷമിച്ച് ഗുഹയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. അപ്പോഴാണ് സൂത്രക്കാരനായ നമ്മുടെ വില്ലൻ ചതുരൻ കുറുക്കൻ ആ വഴി വന്നത്. വന്നപാടെ കള്ളക്കുറുക്കൻ ആശാന്റെ ഗുഹയിൽ കയറി മറ്റൊരു കുടം തേൻ കൂടി കട്ടെടുത്തു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് 2 പേർ പൊന്തക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ വിവരം എങ്ങനെയെങ്കിലും ആശാനെയും സുപ്രനെയും അറിയിക്കാനായി അവർ ഓടി. മോനുവും മാളുവും ആശാനോടും സുപ്രനോടും ചതുരന്റെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇത് കേട്ട ആശാൻ ചതുരന് നല്ലൊരു പണി കൊടുക്കണമെന്ന് സുപ്രനോട് പറഞ്ഞു. ആശാനില്ലാത്ത തക്കം നോക്കി അതാ വരുന്നു നമ്മുടെ കള്ളക്കുറുക്കൻ. വീണ്ടും അവൻ ആശാന്റെ ഗുഹയിൽ കയറി മറ്റൊരു കുടം കൂടി കട്ടെടുത്തു. തേൻ കിട്ടിയ സന്തോഷത്തിൽ ചതുരൻ കുടവുമായി ഓടി. എന്നാൽ സുപ്രൻ കുടം നിറയെ തേനീച്ചകളെ വെച്ചിരുന്നു. അത് പാവം ചതുരൻ അറിഞ്ഞിരുന്നില്ല. കുടത്തിലുണ്ടായിരുന്ന തേനീച്ചകളെല്ലാം ചതുരനെ പൊതിയാൻ തുടങ്ങി. തേനീച്ചകളുടെ കടിയേറ്റ ചതുരൻ ജീവനും കൊണ്ട് ഓടി. ചതുരന്റെ ഓട്ടം കണ്ട് സുപ്രനും കൂട്ടുകാരും പൊട്ടിച്ചിരിച്ചു.